ഞാൻ എത്രയോ തവണ ചമ്മിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മൂഞ്ചി ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ലീവ് ആണെങ്കിൽ ടെമ്പിൾ വിസിറ്റ് മസ്റ്റ് ആണ്. വേറൊന്നും കൊണ്ടല്ല, അമ്പലം കുറച്ച് അടുത്ത അതിന്റെ ഷോ ആണ്. അത് കഴിഞ്ഞ് ഉച്ച വരെ വെറുതെ ഇരുന്നപ്പോൾ ഒരു തോന്നല എങ്ങോട്ടേലും പോയാലോ. ആ ഒരു തോന്നലിന്റെ ഭാഗമായിട്ട് വൈകുന്നേരം ഉഴവൂരുള്ള ആനക്കല്ല് മല കാണാൻ പോവാന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് ജുമാനേനെയും അനുവിനും കൂടെ ഞാൻ കയ്യിൽ കോമ്പാക്റ്റും ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇന്നൊരു ആഗ്രഹത്തിന് പുറത്ത് സാധാ പൗഡർ ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അനുവിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നെ ഞാനാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് വെക്കുന്നു അത് തന്നെ അനുവിന്റെ മുഖത്ത് വെച്ചെടുക്കും. ഞങ്ങൾ ഒരുങ്ങുന്നതിന്റെ ഇടയിൽ ആ എക്സ്ട്രാ കാണുന്ന വൃത്തികെട്ട കരങ്ങൾ ജുമാന വീടേതാണ്. ഏകദേശം ഒരു 2 മണിക്ക് ഒരുങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ ഒരുക്കം തീർന്നത് ഒരു 3-3:30 ആയപ്പോഴാണ്. 2 കണ്ണെഴുതി പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് ഇടാനേ ഉള്ളെങ്കിലും പെട്ടെന്ന് ഒരുങ്ങി കഴിഞ്ഞ ഒരു വിഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെമ്പിള്ളേർ എപ്പോഴും ലേറ്റ് ആകുന്നത്. എന്നിട്ട് വലിയ കാര്യത്തിന് ഉഴവൂർ എന്നൊക്കെ ഹോസ്റ്റലിലെ ബുക്കിൽ എഴുതി ഞങ്ങൾ 3 ബസ് സ്റ്റോപ്പിലോട്ട്. മഴക്കോളുള്ളപ്പോഴൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ. പക്ഷെ മഴ പെയ്യരുത്, അത്രയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച പോയതുകൊണ്ട് ബസ്സിന് നല്ല ക്ഷാമമായിരുന്നു. ബസ് കിട്ടാനുള്ള ചാൻസ് കുറയും തോറും മഴ പെയ്യാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരുന്നു. അവസാനം മഴയും പെയ്തു, ബസ്സും കിട്ടിയില്ല. അങ്ങോട്ട് പോവാൻ മാത്രമല്ലല്ലോ, ഇങ്ങോട്ട് വരാനും ബസ് വേണ്ടെന്ന് ഓർത്തപ്പോ ആ പോക്ക് അങ്ങോട്ട് ക്യാൻസൽ ആക്കാന്ന് വിചാരിച്ചു. അല്ലേലും അതേ പറ്റുള്ളൂ, കാരണം സമയം 5 മണി ആവാറായി. ഇനി എപ്പ പോയിട്ട് എപ്പ വരാനാണ്. പോകാൻ പറ്റാത്തതിൽ എന്റെ വിഷമം ഇത്രയും നേരം എടുത്ത് ഒരുക്കിയതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പൊ കളഞ്ഞ ഈ 3-4 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സിനിമ കാണായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങായിരുന്നു. ഇനി ഇതിന്റെ ഡിപ്രഷൻ മാറണേൽ എനിക്ക് അങ്ങോട്ടേലും പോവന്നെ വേണം. അങ്ങനെ ഞങ്ങളുടെ 1.5 മണിക്കൂറുള്ള ഒരുക്കം കഴിഞ്ഞു. 1.5 മണിക്കൂറോളം ഉള്ള ബസ് സ്റ്റോപ്പിൽ ഇരിപ്പും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലോട്ട്. എന്താണേലും സന്തോഷം മാത്രം. അപ്പത്രേ ഉള്ളൂ. ബൈ ബൈ.